ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ഡേ വീഡിയോ എടുക്കാന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാന്നാണ് വിചാരിക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഒരു പാരന്റ് എന്ന നിലയിൽ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. ഇത് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. കടല തലേന്ന് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കറിയും വെക്കണം. രാവിലെ നേരത്തെ മക്കളും ഇക്കയൊക്കെ എഴുന്നേറ്റ് വരുന്ന മുന്നേ എണീറ്റിട്ട് വീഡിയോ എടുക്കുമ്പോഴാട്ടോ സുഖം. അതായത് ആരുടെ ശല്യമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് സമാധാനമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ. ഇനി ഞാൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ കുക്കറിലാണ് കറി ഉണ്ടാക്കുന്നത്. അത് ഞാൻ വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്തിട്ടിട്ട് സ്റ്റൗവിൽ വെക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് വെള്ളം കൂടെ തിളപ്പിച്ചെടുക്കണം, പൊടി വാട്ടാനായിട്ട് ഇടിയപ്പത്തിന് കുഴക്കാനാണ്. ചോറ് ഇന്ന് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഞങ്ങൾ വീട്ടിലെത്തൂല. അതുകൊണ്ട് ഇന്ന് ചോറ് ഉണ്ടാക്കുന്നില്ല. പൊടി ഞാൻ കുറച്ച് ലൂസിലാണ് കുഴച്ചെടുക്കുന്നത്. എൻ്റെ അടുത്ത് പഴയ ഇടിയപ്പത്തിൻ്റെ അച്ചാണുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ലൂസായാലേ എനിക്ക് ഈസി ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഇടിയപ്പത്തിൻ്റെ അച്ച്. എത്ര പേര് ഇതിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഞാനിപ്പോഴും ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇടിയപ്പം മേക്കറൊക്കെ കിട്ടുന്ന ടൈമാണല്ലോ. നൂഡിൽസ് അപ്പം എന്നാട്ടോ മോൾ ആദ്യമൊക്കെ ഇതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ തട്ടിൽ ഇടിയപ്പം വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവി കയറട്ടെ. ഞാൻ അപ്പോഴേക്കും മോളെ വിളിക്കണം. ടൈം ഒരുപാടായി. 8:15 രജിസ്റ്റർ ചെയ്യാൻ ടൈം പറഞ്ഞിട്ടുള്ളത്. 8:15 മുതൽ 8:45 വരെയാണ് ടൈം. അപ്പോൾ എന്തായാലും അതിനുള്ളിൽ അവിടെ എത്തണം. വിളിച്ച പാടെ അവൾ എഴുന്നേറ്റ് കേട്ടോ. എഴുന്നേറ്റ് കിടക്കായിരുന്നു തോന്നുന്നു. എന്താണ് അതെ, ഇന്ന് മോളുടെ സ്കൂൾ ആനുവൽ ഡേ ആണ്. KG കഴിയാനായതുകൊണ്ട് തന്നെ കോൺവെക്കേഷനും ഇന്ന് തന്നെയാണ് കേട്ടോ അവിടെ നടത്തുന്നുള്ളത്. അങ്ങനെ മോളെ കുളിക്കാൻ പറഞ്ഞയച്ചു. എനിക്ക് കറി വറവിടാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെന്തോ അവൾക്ക് ഞാൻ ഫുഡ് വാരി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ടാന്ന് പറയാനും തോന്നിയില്ല. അങ്ങനെ ഫുഡ് അവൾക്ക് വാരി കൊടുത്തുട്ടോ. ചായ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാറില്ല കേട്ടോ. വെള്ളമാണ് കുടിക്കാറ്. ചായ ഇക്കാക്ക് വേണ്ടി മാത്രം വല്ലപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ ഇനി ചെറിയ മോളെ വിളിക്കണം. അവൾ ഉറങ്ങാണ്, ഇതുവരെ നീറ്റിട്ടില്ല. അവൾക്ക് ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ട്. മോള് നീറ്റതിന് പിന്നാലെ ഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി റെഡിയാവുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് റെഡിയായി ഇതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ 2 പേരും ബൈക്കിൻ്റെ അടുത്ത് കാത്ത് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങളെ പോകാൻ വേണ്ടിയിട്ട്. ഓഡിറ്റോറിയം വരുന്നത് എറണാകുളത്തുള്ള കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിലാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി രജിസ്ട്രേഷനൊക്കെ ചെയ്തു. മകള് ടീച്ചേഴ്സ് അങ്ങോട്ട് ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ടാ. ഞങ്ങൾക്ക് ചീഫ് ഗസ്റ്റിന്റെ ബാക്കിലായിട്ട് സ്പെഷ്യൽ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. മോൾക്ക് റീഡത്തോൺ ക്യാമ്പയിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. റീഡിങ് ചാമ്പ്യൻ ആയിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മ്യൂസിക് ഡയറക്ടർ ബിജിബാൽ സാറാണ് കേട്ടോ. അങ്ങനെ ഇതാ മോള് വരുന്നുണ്ട്. വെൽക്കം സ്പീച്ചിനായിട്ട് വരുവാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ അവളാണ്. To all gathered here to celebrate 16th annual day of San Kitts International Preschool. Today is a celebration of our journey, talents and joyful learning. അങ്ങനെ ഇനാഗ്രേഷൻ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടോ. ബിജിബാൽ സാറ് നല്ലൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ UKGൻ്റെ കോൺവെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും.
കോൺവെക്കേഷൻ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഇനി ഡാൻസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് തന്നെ മോളെ ഡാൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മോളെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോയി. വരുമ്പോട്ട് യൂണിഫോം ഒക്കെ കവറിലാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഓഡിറ്റോറിയത്തിന്റെ ഒരു സൈഡിലായിട്ട് പാരന്റ്സിന് വേണ്ടിയിട്ട് ജ്യൂസും സ്നാക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു കേട്ടോ. മോള് വന്നപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി. അപ്പോഴേക്കും പ്രോഗ്രാം ഒക്കെ വൈൻഡപ്പ് ആയി. ദേശീയ ഗാനത്തോടു കൂടി പ്രോഗ്രാം ഒക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഇത് മോളുടെ ഫ്രണ്ടാണ്, ഇഷാനി എന്നാട്ടോ മോളുടെ പേര്. അപ്പൊ 2 പേർക്കും കൂടെ വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എടുത്തു. അതിനുശേഷം ഇതാ ഞങ്ങൾ പോവാണ് കേട്ടോ. ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങി റോഡിന് ഓപ്പോസിറ്റ് നമുക്ക് ഷിപ്പ് യാർഡിന്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് കാണാൻ പറ്റും കേട്ടോ. ഇതേ വലിയ ഷിപ്പുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കാനുണ്ട്. അപ്പോൾ ബൈ ബൈ.